മുജാഹിദുകളുടെ ഗണ്ണന പ്രഭാഷണം തുടരാതിരിക്കാനാണ് സമസ്ത സംവാദത്തിന് വെല്ലുവിളിച്ചത്. സംവാദമാകട്ടെ അമ്പേ പരാജയം. ആ പരാജയം മറക്കാനാണ് സുപ്രഭാതത്തിൽ ജയിച്ചു എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തത്. ഇപ്പോൾ സംവാദം കാണാത്തവരും സുപ്രഭാതത്തിലെ ജയിച്ച വാർത്ത കണ്ട് സംവാദം കാണാൻ തുടങ്ങിയിരിക്കുന്നു. കണ്ടവർ ചോദിക്കുന്നത്, നമ്മുടെ നാട്ടിൽ ഉസ്താദുമാർ മൈക്ക് കെട്ടി പ്രസംഗിച്ച പല തെളിവുകളും എന്തേ ആ സംവാദത്തിൽ നമ്മുടെ ഉസ്താദുമാർ പറയാത്തത്? നിബിദിനാഘോഷം ലൈലത്തുൽ ഖദറിനേക്കാളും പുണ്യമാണെന്ന് മൈക്ക് കെട്ടി നമ്മുടെ ഉസ്താദുമാർ പ്രസംഗിച്ചിട്ടുണ്ട്. 4 ഖലീഫമാരും നിബിദിനം ആഘോഷിച്ചിട്ടുണ്ടെന്ന് നമ്മുടെ ഉസ്താദുമാർ മൈക്ക് കെട്ടി പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ സംവാദവേദിയിൽ നമ്മുടെ ഉസ്താദുമാർ അങ്ങനെയുള്ള ഒരു തെളിവുകളും അവിടെ 4 മണിക്കൂർ ആ വീഡിയോ പരതിയിട്ട് പോലും കാണുന്നില്ല. മുജാഹിദുകളെ നിരന്തരം സംവാദത്തിന് വെല്ലുവിളിക്കുന്ന നമ്മുടെ ഉസ്താദുമാരുടെ മുൻപിൽ മുജാഹിദുകളെ ഒരു പകൽ സമയം മുഴുവനും കിട്ടിയിട്ട് പോലും നബിദിനാഘോഷം പുണ്യമാണ്, ഇസ്ലാമികമാണ് എന്ന് തെളിയിക്കാൻ പോലും നമ്മുടെ ഉസ്താദുമാർക്ക് സാധിച്ചിട്ടില്ല. നമ്മൾ തോറ്റത് സംവാദത്തിലും നമ്മൾ ജയിച്ചത് സുപ്രഭാതത്തിലും മാത്രമാണ്. നമ്മൾ സുപ്രഭാതത്തിൽ ഇങ്ങനെയായിരുന്നു വാർത്ത കൊടുക്കേണ്ടിയിരുന്നത്. നമ്മൾ എന്തുകൊണ്ട് തോറ്റു?